ഒരു എംബോസിംഗ് മെഷീൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഗൈഡിലേക്ക് സ്വാഗതം. അത് എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാമെന്ന് നിങ്ങളെ അറിയിക്കുന്നു. ആദ്യം ഒരു എംബോസിംഗ് മെഷീന്റെ പ്രധാന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കാം. നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രധാന മേഖലകൾ ഇതാ. സുരക്ഷ എപ്പോഴും ഒന്നാമതാണ്. കയ്യുറകളും ഒരു ഏപ്രണും ഉൾപ്പെടെ എല്ലായ്പ്പോഴും ഉചിതമായ സംരക്ഷണ ഗിയർ ധരിക്കുക. മെഷീൻ പ്രവർത്തിപ്പിച്ച് ഉചിതമായ താപനിലയിലും മർദ്ദത്തിലും എത്താൻ അനുവദിക്കുക. ശരിയായ ക്രമീകരണങ്ങൾക്കായി മെഷീന്റെ മാനുവൽ കാണുക. നിങ്ങൾ ഉപയോഗിക്കുന്ന തുകൽ എംബോസിംഗ് ഡിസൈൻ തരം അനുസരിച്ച് താപനിലയും മർദ്ദവും ക്രമീകരിക്കുക. നിങ്ങൾ ശക്തിപ്പെടുത്താൻ പോകുന്ന മെറ്റീരിയൽ തയ്യാറാക്കുക. തുകൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ആകൃതിയിൽ മുറിക്കുക. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഉചിതമായ ബലപ്പെടുത്തൽ മുറിക്കുക. നിങ്ങളുടെ ഡിസൈനിന് അനുയോജ്യമായ എംബോസിംഗ് ബ്ലോക്കോ ലോഗോയോ തിരഞ്ഞെടുക്കുക. അത് മെഷീനിൽ സുരക്ഷിതമായി ഇൻസ്റ്റാൾ ചെയ്യുക. തയ്യാറാക്കിയ ചർമ്മം മെഷീനിലേക്ക് തിരുകുക. തയ്യാറാക്കിയ ചർമ്മം ശരിയായി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. എംബോസിംഗ് അല്ലെങ്കിൽ സ്റ്റാമ്പിംഗ് പ്രക്രിയ നടത്തുക. മെഷീൻ ആരംഭിച്ച് ടെസ്റ്റ് എംബോസിംഗ് അല്ലെങ്കിൽ സ്റ്റാമ്പിംഗ് നടത്തുക. എംബോസിംഗ് അല്ലെങ്കിൽ സ്റ്റാമ്പ് ചെയ്ത തുകൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോയെന്ന് പരിശോധിക്കുക. ഡിസൈൻ വ്യക്തവും സ്ഥിരവുമായിരിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ താപനില, മർദ്ദം, വിന്യാസ ക്രമീകരണങ്ങൾ എന്നിവ പരിശോധിക്കുക. എംബോസിംഗ് പ്ലേറ്റ് വൃത്തിയുള്ളതും അവശിഷ്ടങ്ങൾ ഇല്ലാത്തതുമാണെന്ന് ഉറപ്പാക്കുക. ഒപ്റ്റിമൽ പ്രകടനത്തിന് പതിവ് അറ്റകുറ്റപ്പണി പ്രധാനമാണ്. ഓരോ ഉപയോഗത്തിനും ശേഷം മെഷീൻ വൃത്തിയാക്കുക. ഏതെങ്കിലും വസ്ത്രങ്ങൾ ഉണ്ടോയെന്ന് പരിശോധിക്കുക.